നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, പണ്ട് കൂത്തുപറമ്പ് വെടിവയ്പ് ഉണ്ടാകുന്ന സമയത്ത് ആ വെടിവയ്പ്പിന് തൊട്ട് മുൻപേ ഈ റവാഡ ചന്ദ്രശേഖരനോട് നമ്മുടെ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന എം.വി. ജയരാജൻ വെടിവയ്പ്പ് നടത്തരുത് എന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ റവാഡ ചന്ദ്രശേഖരൻ പറഞ്ഞത് വെടിവയ്പ് ഞങ്ങൾക്കുള്ളൊരു പരിശീലനമാണ് എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ആ വെടിവയ്പ് ഉണ്ടായത്. ആ സമയം തന്നെ MLA ആയിരുന്ന ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ ഒരു സബ്മിഷൻ കൊടുത്തിരുന്നു. കാരണം റവാഡ ചന്ദ്രശേഖരനെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടിട്ട്. ഇന്ന് അതേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ലിസ്റ്റിൽ ക്ലീൻ ചിറ്റുള്ള യോഗേഷ് ഗുപ്ത ഉള്ളപ്പോൾ തന്നെ അതിനെ മറികടന്നുകൊണ്ട് ഈ റവാഡ ചന്ദ്രശേഖരനെ DGP ആക്കി നിയമിക്കുന്നത്. അപ്പോൾ ഇത് കള്ളന് കഞ്ഞി വയ്ക്കാൻ അതിനേക്കാൾ വലിയ കള്ളൻ തന്നെ വേണം എന്ന് അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് എന്നൊക്കെ ഒരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. ഇതിലൊക്കെ എത്രത്തോളം വാസ്തവം ഉണ്ടായിരിക്കും? യഥാർത്ഥത്തിൽ 1995 നവംബർ മാസത്തിലാണ്, നവംബർ 14-നാണെന്ന് തോന്നുന്നു, കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്നത്. കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നത് സ്വകാര്യ സർവകലാശാല നയം, വിദ്യാഭ്യാസത്തിൽ സ്വകാര്യ സർവകലാശാലകൾ അല്ലെങ്കിൽ സ്വകാര്യ വിദ്യാഭ്യാസ നയം അനുവദിക്കരുത് എന്നുള്ള ഒരു ശക്തമായ ഒരു താക്കീത് സർക്കാരിന് കൊടുക്കണമെന്ന രീതിയിലാണ് അന്ന് ഈ പറയുന്ന പോലെ സ്വകാര്യ വിദ്യാഭ്യാസ നയത്തിനെതിരായിക്കൊണ്ട് സർക്കാരിനെതിരെ ശക്തമായിട്ടൊരു താക്കീത് സർക്കാരിന് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു കൂത്തുപറമ്പ് സമരം ഉണ്ടായത്. കൂത്തുപറമ്പിൽ അന്നത്തെ മന്ത്രിയായിരുന്ന MV രാഘവനെ തടയാൻ വേണ്ടി നൂറുകണക്കിന് DYFIയുടെ സഖാക്കൾ അവിടേക്ക് എത്തുകയും അങ്ങനെ MV രാഘവനെ തടയുന്ന ഇതിനിടയിൽ പോലീസിന് ഈ ക്രമസമാധാന പരിപാലനം ഉറപ്പുവരുത്താൻ വേണ്ടി, മന്ത്രിയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി വെടിവെപ്പിന് ഓർഡർ ഇടുകയും ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ 1995 ജനുവരി 30 നിയമസഭയിൽ നടന്നൊരു ചർച്ചയിൽ, അതായത് ഈ പറയുന്ന കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം ഉണ്ടായിരുന്ന ഒരു അടിയന്തര പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന, അന്നത്തെ കേരളത്തിലെ ഇടതുപക്ഷ MLA ആയിരുന്ന, CPMൻ്റെ കണ്ണൂരിലെ MLA ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞ വാചകങ്ങൾ അത് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട വാചകങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത്, അന്ന് ഈ റവാഡ ചന്ദ്രശേഖരൻ ആരായിരുന്നു? കണ്ണൂരിലെ ASP ആയിരുന്നു. കണ്ണൂർ ASP ആയിരുന്ന റവാഡയോട് അന്നത്തെ DYFI നേതാവായിരുന്ന MV ജയരാജൻ ഒരു കാര്യം പറഞ്ഞു. മന്ത്രിയെ തടയേണ്ടി വന്നാൽ, അഥവാ ഈ പറയുന്ന യുവാക്കൾ, ഈ പ്രവർത്തകർ മന്ത്രിയെ തടയേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ അത് ഒരു വെടിവെപ്പിലേക്കോ മറ്റു കാര്യത്തിലേക്കോ പോവരുത് എന്നുള്ള ഒരു കാര്യം MV ജയരാജൻ പറഞ്ഞപ്പോൾ അന്നത്തെ ASP ആയിരുന്ന റവാഡ ചന്ദ്രശേഖർ അത് ഞങ്ങൾക്കൊരു പരിശീലനമാണ്, ഈ വെടിവെപ്പൊക്കെ ഞങ്ങൾക്കൊരു പ്രാക്ടീസാണ് എന്ന് പരിഹാസപൂർവ്വം പറഞ്ഞു എന്നാണ് പേരെടുത്ത് പറയാതെ പിണറായി ASP എന്ന് മാത്രം ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞത്. ASP ആരാണ്? അന്നത്തെ കണ്ണൂർ ASP എന്ന് പറയുന്നത് റവാഡയാണ്. പേരെടുത്ത് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് കൃത്യമായി പിണറായി പറഞ്ഞു. എന്നിട്ട് പിണറായി പറയുന്നത് ഇദ്ദേഹത്തിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും പറയുകയുണ്ടായി. അതിനുശേഷവും പിണറായി വിജയൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അന്നത്തെ പത്രമാധ്യമങ്ങളിലെ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് റവാഡ ചന്ദ്രശേഖർ യുവാക്കളുടെ നെഞ്ചത്തേക്ക് വെടിവെപ്പ് നടത്തി അതിനെ പരിശീലനമെന്ന് വിശേഷിപ്പിക്കുന്ന ആളാണ് എന്നും ഇതിനെ ഗൗരവപൂർവ്വം കണ്ട് ഇദ്ദേഹത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തണം എന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ട വ്യക്തി ആണ് ആര്? ഈ പറയുന്ന റവാഡ ചന്ദ്രശേഖരൻ. അദ്ദേഹത്തെ പണിഷ് ചെയ്യണം, ഈ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുകയും കൊലക്കുറ്റത്തിന് കേസെടുക്കുകയും പാവപ്പെട്ട സഖാക്കളുടെ നെഞ്ചിലേക്ക് വെടിവെച്ച ഒരാളുടെയും അങ്ങനെ ഒരു വെടിവെപ്പിനെ ഒരു പരിശീലനമായി കാണുന്ന ഒരു ഉദ്യോഗസ്ഥനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് ചോദിച്ചത്. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ട് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം എന്തിനായിരുന്നു കൂത്തുപറമ്പ് സമരം? എന്തായിരുന്നു കൂത്തുപറമ്പിലെ പുഷ്പനടക്കമുള്ള ആളുകൾ, രാജീവൻ, മധു, റോഷൻ ബാബു, പ്രിയപ്പെട്ടൊരു ശിബുലാലെ എന്ന് വിളിക്കുന്നുണ്ട് പലപ്പോഴും ഈ പറയുന്ന DYFIയുടെ സഖാക്കൾ. ശരിയാണ്, അവർ രക്തസാക്ഷികളായി. എന്തിനായിരുന്നു അവർ രക്തസാക്ഷികളായത്? സ്വകാര്യ വിദ്യാഭ്യാസ നയത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ അന്ന് രക്തസാക്ഷികളായത്. ഇന്ന് നിലപാടും മാറി, വെടിവെച്ചയാളെ തലപ്പത്ത് കൊണ്ടുവരികയും ചെയ്തു. അതെ, ഇന്ന് സ്വകാര്യ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യവൽക്കരണം അന്ന് തന്നെ നടന്നു. വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യവൽക്കരണം നടന്നു. നേതാക്കന്മാരുടെ മക്കൾ എന്ന് ഞാൻ പറയുന്നത് CPMൻ്റെ തന്നെ നേതാക്കന്മാരുടെ മക്കൾ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു പ്രമുഖ നേതാവിൻ്റെ മകൾ പഠിച്ചത് അമൃതയിലാണ്. അമൃത സ്കൂൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, കോയമ്പത്തൂരിലാണ് പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നുവന്നിട്ടുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. മറ്റ് പല നേതാക്കന്മാരുടെ മക്കൾ, ഇന്ന് പ്രമുഖരായ നേതാക്കന്മാരുടെ മക്കൾ പലരും പഠിച്ചത് എവിടെയാണെന്നറിയോ? ഈ പറയുന്ന യൂറോപ്പിലും ഈ പറയുന്ന അമേരിക്കയിലുമാണ്. ബിസിനസ്സാണ് പലരും പഠിച്ചത്. ബൂർഷകളെ തോൽപ്പിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന അതേ ആളുകളുടെ മക്കൾ അവിടെ പോയിട്ട് പക്കാ മുതലാളിത്തം, പക്കാ ബിസിനസ് പഠിച്ചു.
ശരിയാണ്. ഞാനിതിനെയൊന്നും കാണുന്നത് എൻ്റെ വ്യക്തിപരമായ കാര്യമല്ല പറയുന്നത്. നമ്മളിതിനെയൊന്നും എന്താണ് ഭൂരിഷത്വമൊന്നും മുതലാളിത്തൊന്നും പറയുന്നില്ല. പക്ഷെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളുടെ മക്കൾ അന്ന് പഠിച്ചത് ഈ പറയുന്ന ബിസിനസ്സായിരുന്നു. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരാം. തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം കേരളത്തിൽ ഉടനീളം സ്വകാര്യ ആശുപത്രികൾ വന്നു. സ്വകാര്യ ആശുപത്രികൾ വന്നതിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ആശുപത്രികൾ ആരുടെ പേരിലാണെന്നറിയോ? സഖാ VMSന്റെ പേരിലാണ്. ആരാണ് അതിൻ്റെ ഓണർ എന്നറിയോ? പാർട്ടിയാണ്, CPM ആണ് അല്ലേ? CPM ഏറ്റവും അധികം സഖാക്കൾ വർക്ക് ചെയ്ത എവിടെയാണെന്നറിയോ? ഈ പറയുന്ന സ്വകാര്യ ആശുപത്രികളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലുമാണ്. ഇനി CPMന്റെ പേരിൽ സ്വകാര്യ വിദ്യാഭ്യാസ CPM നേരിട്ട് നടന്നില്ലെങ്കിലും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവിടെ പല ആളുകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇനി അത് നിർത്താം. കുറച്ചു മുമ്പ് ഈ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി തയ്യാറാവണം, അല്ലെങ്കിൽ അവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാൻ വേണ്ടി നമ്മുടെ നിലപാടിൽ മാറ്റം വരുത്തണമെന്ന് സംസ്ഥാനത്തെ സർക്കാർ തീരുമാനിക്കുന്നു. സർക്കാർ തീരുമാനിക്കുന്നു? കമ്മ്യൂണിസ്റ്റ് സർക്കാർ തീരുമാനിക്കുന്നു. അതിനെതിരെ SFI അടക്കം രംഗത്തെത്തുന്നു. SFI ഗത്യന്തരമില്ലാതെ SFI പറഞ്ഞു, ഈ സർവകലാശാലകൾ കടന്നു വരുന്നതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. ഇത് വലിയ പ്രശ്നമാണ്, ഇത് വലിയ ബുദ്ധിമുട്ടാണ്, ഇതിങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? സർവകലാശാലകൾക്ക് സർക്കാർ എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുക്കാൻ വേണ്ടി പോവാണ്. അത് SFI സ്വന്തം അഭിപ്രായ പ്രകാരം ചെയ്തതാണെന്ന് പാർത്ഥൻ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഗത്യന്തരമില്ലാതെ പറഞ്ഞതാണെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. മാത്രമല്ല, ഈ കോഴിക്കോട് മലബാർ കേന്ദ്രീകരിച്ചാണ് ആദ്യത്തെ സ്വകാര്യ സർവകലാശാല വരുന്നതെന്നും 2 പ്രധാനപ്പെട്ട മതസംഘടനകളാണ് അത് നടത്താൻ വേണ്ടി ആദ്യമായി പോകുന്നതെന്നും കേൾക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ഈ അടുത്ത് തന്നെ വെളിച്ചത്ത് വരും. അതിന് അനുമതി കൊടുത്തു കഴിഞ്ഞു. അന്ന് ഈ സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ സമരം ചെയ്ത കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ അവരുടെ ആത്മാക്കളോട് ഈ പറയുന്ന സ്തൂപം കെട്ടിയിട്ട് നമ്മളതിൽ കൃത്യമായി ഈ പുഷ്പാർച്ചന നടത്തുന്നുണ്ട്. അവരോട് എന്താ പറയുക? അവരുടെ എന്താ സഖാക്കൾക്ക് പറയാനുള്ളത്? എന്താ CPMമാർക്ക് പറയാനുള്ളത്? ഓക്കെ, ഇനി അതും നിർത്തി. അന്ന് ഈ വെടിവെക്കാൻ ഉത്തരവിട്ട ASP ആയിരുന്ന, അന്ന് കണ്ണൂർ ASP ആയിരുന്ന റവാഡ ചന്ദ്രശേഖർ ഇന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ 2ാമത്തെ ടേമിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കെ 4ാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോൾ DGP ആയിട്ട് വെക്കാൻ പോകുന്ന ആളുകൾക്ക് മുമ്പിൽ UPSCക്ക് മുന്നിൽ പേരുകൾ നിർദ്ദേശിച്ചപ്പോൾ UPSC തിരിച്ചയച്ച പേരുകൾ 3 പേരുകളായിരുന്നു. അതിലുണ്ടായിരുന്ന ഒരു പേരാണ് റവാഡ ചന്ദ്രശേഖർ. മനസ്സിലാക്കണം, റവാഡ ചന്ദ്രശേഖരുടെ പേര് ഇവർ വെച്ച് അയച്ചതാണ്. അതിൽ UPSC തിരിച്ചയച്ച പേരുകൾ റവാഡ ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു, യോഗേഷ് ഗുപ്ത ഉണ്ടായിരുന്നു, മറ്റൊരു പേരും ഉണ്ടായിരുന്നു. ഇതിൽ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്നത് ആരാ? ഏറ്റവും ക്ലിയർ ഇമേജ് ഉള്ള ഒരു DGP, വിജിലൻസിൻ്റെ ക്ലിയർ ഇമേജ് ഉള്ള DGP ആയി വന്ന ആൾ. PP ദിവ്യക്കെതിരായിക്കൊണ്ട് ഒരു അന്വേഷണം റിപ്പോർട്ടിന് എന്താണ്, നിങ്ങൾ ധൈര്യമായി അന്വേഷിച്ചോളൂ എന്ന് വിജിലൻസിനോട് പറഞ്ഞപ്പോൾ അതോടുകൂടി കഴിഞ്ഞു. യോഗേഷ് ഗുപ്തയുടെ ആ സാധനങ്ങളെല്ലാം പോയി. യോഗേഷ് ഗുപ്തയെ സർക്കാരിന് അനഭിമതനായി. അദ്ദേഹം ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അതുപോലും കൊടുത്തില്ല. പകരം ആവശ്യപ്പെട്ടത് DGP സ്ഥാനത്ത് നിന്ന് ഒഴിവാകുകയാണെങ്കിൽ ക്ലിയറൻസ് തരാമെന്നാണ് ആഭ്യന്തര വകുപ്പും ചീഫ് സെക്രട്ടറിയും ഒക്കെ പറഞ്ഞതെന്നൊരു ഇത് കേൾക്കുന്നുണ്ട്. നമുക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ. അതിനുശേഷം കേന്ദ്ര ഇൻ്റലിജൻസിൽ അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഈ പറയുന്ന റവാഡ ചന്ദ്രശേഖരനെ കേന്ദ്രത്തിൽ പറഞ്ഞ് ഈ പറയുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉത്തരവില്ലാതെ അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറി വരാൻ കഴിയില്ല. അവിടെ ആ സമ്മതമടക്കം എടുത്ത് കേന്ദ്രത്തിലെ ആളുകളെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെ കേന്ദ്ര ഇൻ്റലിജൻസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ച് ഇവിടെ കണ്ട് ഇവിടെ നിന്ന് ഇവിടുത്തെ DGP ആയിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നു. DGP ആയിട്ട് കൊണ്ടുവന്നിട്ട് എന്താ ചെയ്തെന്നറിയോ? മുഖ്യമന്ത്രി കണ്ണൂരിൽ ഇരിക്കുന്ന സമയത്ത് അന്ന് കണ്ണൂരിൽ തന്നെയുള്ള യോഗത്തിൽ എത്തിച്ച് മുഖ്യമന്ത്രിയുടെ അടുത്ത് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഉത്തരമേഖലയിലെ പോലീസുകാരുടെ യോഗത്തിൽ ഈ പറയുന്ന റവാഡ ചന്ദ്രശേഖർ പങ്കെടുത്തു. കണ്ണൂരിൽ തന്നെ പങ്കെടുത്തു DGP ആയിട്ട്. ഇത് ആരോട് ചെയ്തതാണ്? ഇവർ വലിയ വീരമൊക്കെ പറയും, ഞങ്ങളിതാ റവാഡ ചന്ദ്രശേഖരനെ കണ്ണൂരിൽ എത്തിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ആളുകളിലേക്ക്, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഒരു കാര്യമില്ല. കാരണം DGP ആയിട്ടാണ് വന്നത്. ഈ പ്രതികാരം SFIക്കാരോടാണ്. അത് ആരോടാണ് ഞാൻ ചോദിക്കുന്നത്? അന്ന് കൂത്തുപറമ്പിൽ വെടിയേറ്റ് വീണ ആളുകളോടായിരുന്നു നിങ്ങളുടെ പ്രതികാരം. പക്ഷേ ഈ SFI തലയ്ക്ക് പിടിക്കുന്ന ആൾക്കാർ ഇതൊന്നും തിരിച്ചറിയില്ല. കാരണം പാർത്ഥ നേരത്തെ പറഞ്ഞു, നേതാക്കന്മാരുടെ മക്കൾ എവിടെ പഠിക്കുന്നു, എന്ത് പഠിക്കുന്നു, ഇതൊന്നും ഈ കൊടി പിടിച്ച് നടന്ന് യൂണിവേഴ്സിറ്റി സെനറ്റിൽ വാതിൽ തല്ലിപ്പൊളിക്കുന്നവരൊന്നും അറിയുന്നില്ല. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ പഠിക്കുന്ന സമയത്ത് SFIക്കാരെല്ലാം എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതിലൊരു SFI പ്രവർത്തകൻ പറഞ്ഞ ഒരു സെൻറ്റൻസാണ്, അന്ന് കോടിയേരി സഖാവ് എൻ്റെ പേരെടുത്ത് പറഞ്ഞ് ചോദിച്ചു എവിടെയാണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ അതായത് കോടിയേരി സഖാവ് ചോദിക്കുന്നത് പാർത്ഥൻ്റെ വീട് എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഈ എന്താ നോബൽ സമ്മാനം കിട്ടിയ ഒരു രോമാഞ്ചത്തോടെ പറഞ്ഞു, എൻ്റെ പേരെടുത്ത് ചോദിച്ചു വീട് എവിടെയാന്ന്. അതെയാണ് ഈ SFIക്കാർ. അല്ല, അത് അത്രയും വിധേയത്വം പാർട്ടിയോടുള്ളതുകൊണ്ടാണ്. അതെ, അത്രയും വിധേയത്വം ഉള്ളതുകൊണ്ടാണ്. അത് അവർ വലുതായി കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ അവർ വലുതായി കാണുന്ന, പൊതുസമൂഹം വലുതായി കാണുന്നുണ്ടോ എന്നുള്ളതല്ല, അവർ വലുതായി കാണുന്ന ആ ഒരു കാര്യത്തോടെങ്കിലും നീതി പുലർത്താൻ പാർട്ടിക്ക് സാധിക്കേണ്ടതായിരുന്നു എന്ന് ഇന്ന് പിണറായിയുടെ കീഴിൽ DGP ആയിരുന്ന് ആ DGP സ്ഥാനത്തിരുന്നു കൊണ്ട് എന്താണ്
കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുകയും ഇത് ഒരു വർഷം കൂടെ ഉള്ളൂ, അദ്ദേഹം അത് പിരിഞ്ഞ് സുന്ദരമായി പോവും. ഇദ്ദേഹത്തിനെ കൊണ്ട് ഈ DGPയെ സർക്കാർ എന്തും ചെയ്യാൻ പറ്റുമോ? ചില ആളുകൾ പറയുന്നുണ്ട് റവാഡ ചന്ദ്രശേഖരനെ DGP ആക്കിയതിനു ശേഷം പിണറായി വെള്ളം കുടിപ്പിക്കും. നിയമത്തെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഒരു DGP ആയിരിക്കുന്ന ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനെ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് മുഖ്യമന്ത്രിയോട് അല്ലെങ്കിൽ സർക്കാരിനോട് സൗകര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ പോലും ചട്ടങ്ങളിൽ വലിയ പ്രശ്നമാണ്. 6 മാസത്തിനപ്പുറം നിർത്താൻ പറ്റില്ല. അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള കാര്യങ്ങളടക്കം ഈ DGPക്ക് ഉണ്ട്. പക്ഷേ നമ്മൾ പറയുന്നത് കേട്ട് നിൽക്കുന്ന DGP ആയിരിക്കണം എന്നുള്ളത് കൊണ്ടും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് എന്നുള്ളത് കൊണ്ടും പോലീസ് കയ്യിൽ നിൽക്കണം എന്നുള്ളത് കൊണ്ടുമാണ് ആരെ കൊണ്ടുവന്നത്? റവാഡ ചന്ദ്രശേഖരനെ കൊണ്ടുവന്നത്. പക്ഷേ അന്ന് ഈ പറയുന്ന പോലെ റവാഡ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനോട് അദ്ദേഹത്തിന്റെ നിലപാടുകളോട് എനിക്ക് വിയോജിപ്പുകളൊന്നുമില്ല. കൂത്തുപറമ്പ് വെടിവെപ്പിനോട് വിയോജിപ്പുണ്ടെങ്കിൽ എനിക്കത് വിയോജിപ്പുണ്ട്. ബാക്കിയുള്ള അദ്ദേഹം ഒരു നല്ല ഓഫീസറാണ്. അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ എന്താണ് നമ്മുടെ ഈ എന്താണ് സർവീസ് ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം ചെയ്തതെല്ലാം നല്ല കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ പോലും സഖാക്കൾ ഒരു വലിയ പ്രശ്നക്കാരനായി കണ്ട ഈ പറയുന്ന കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾക്ക് നേരെ, ഈ പറയുന്ന ആളുകൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട അതിനെ ഒരു പ്രാക്ടീസായി കാണുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന നിയമസഭയിൽ തന്നെ പ്രഖ്യാപിച്ച അതേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അതേ കൂത്തുപറമ്പ് സഖാക്കളുടെ നാട്ടിൽ ഈ ആളുകളുടെ എല്ലാം മറന്നുകൊണ്ട് സഖാവ് പുഷ്പനടക്കം ഈ അടുത്താണ് അന്തരിച്ചത്. അതേ ഈ നവംബർ 14-ാം തീയതി എല്ലാ സമയത്തും കൂത്തുപറമ്പ് സഖാക്കൾക്ക് വേണ്ടി എന്താണ് പുഷ്പാർച്ചന നടത്തുന്ന ആളുകൾക്ക് മുമ്പിലേക്ക് റവാഡ ചന്ദ്രശേഖരനെ പോലുള്ള ആളുകളെ വീണ്ടും കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇവരെന്താണ് സത്യമാണ്. പുഷ്പന്റെ ചിതയുടെ തീ കിടുന്നതിന് മുമ്പേ അന്ന് അത് സംസാരിച്ചത് പിണറായിയാണെന്ന് ആലോചിക്കണം. അതേ പിണറായി വിജയൻ ഇദ്ദേഹത്തെ DGP ആക്കി ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാക്കി വിരമിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീരുമാനിക്കേണ്ടത് സഖാക്കൾ CPM-കാരാണ്. ഞങ്ങളുടെ കാര്യമല്ലേ, ഞങ്ങൾ തീരുമാനിച്ചോളാം, നീ ആരാടാ എന്ന് ചോദിച്ചാൽ ഞാൻ ആരുമല്ല. പാർട്ടിയിൽ നിന്ന് അതിന് വിശദീകരണവും ന്യായീകരണവും വന്നും കഴിഞ്ഞല്ലോ ക്യാപ്സ്യൂൾ. കാരണം അദ്ദേഹം ഔദ്യോഗിക നിർവഹണത്തിന്റെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ചെയ്തതാണ്. അതിന് വ്യക്തിപരമായി അദ്ദേഹം ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യനോട് ഞങ്ങളുടെ പ്രാക്ടീസാണ് ഇത് എന്ന് പറഞ്ഞു എന്ന് പിണറായി വിജയൻ തന്നെ വിളിച്ചു പറഞ്ഞ ഈ കേസിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥന്മാർക്ക് കൂരിപ്പോരാൻ കഴിയും. അവർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അങ്ങനെ ചെയ്തത്, സത്യമാണ്. പക്ഷേ എന്തിനായിരുന്നു അത് ചെയ്തതെന്നും അന്ന് എങ്ങനെയായിരുന്നു അത് സംഭവിച്ചതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വലിയ ചോദ്യചിഹ്നങ്ങളാണ്. എന്തായാലും പാർട്ടിയിൽ ഉൾപ്പെടെ പലർക്കും ഈ പറയുന്ന പോലെ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കട്ടെ.